കൊച്ചിയിൽ നിന്നും 1/2 കിലോമീറ്റർ നീളത്തിൽ റെയിൽവേ പാളം അടിച്ചു മാറ്റി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമസ്കാരം. കൊച്ചിയിൽ നിന്നും 1/2 കിലോമീറ്റർ നീളത്തിൽ റെയിൽവേ പാളം അടിച്ചു മാറ്റി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതീവ സുരക്ഷാ മേഖലയായ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. ഈ സ്ക്രാപ്പ് കൊടുക്കുന്നതിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ 1/2 കിലോമീറ്ററോളം റെയിൽവേ പാളം മുറിച്ച് കടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലെ Q9 ബർത്ത് മുതൽ ടാറ്റ ടെറ്റ്ലി വരെയുള്ള ഭാഗത്തെ ഉരുക്ക് പാളങ്ങളാണ് കാണാതായിരിക്കുന്നത്. ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഈ കാട് പിടിച്ച് കിടന്ന സ്ഥലത്ത് നിന്നുമാണ് ഇത്തരത്തിൽ ഉരുക്ക് പാളങ്ങൾ അറുത്ത് മാറ്റി കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടാറ്റ ടെറ്റ്ലിയുടെ മുന്നിലൂടെ ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തുന്ന റോഡിന് കുറുകെ കടന്നു പോരുന്നതാണ് ഈ റെയിൽവേ ലൈൻ. CISF സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ കാവലുണ്ട്. ഇത്തരത്തിൽ കാവലുള്ള സ്ഥലത്ത് നിന്നുമാണ് ഇത്തരത്തിൽ ഈ റെയിൽവേ പാളം മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നിലവിൽ വന്നതോടുകൂടി ഉപയോഗിക്കാതിരുന്ന ട്രാക്കിൻ്റെ ഭാഗങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നിലവിൽ ചരക്ക് നീക്കമില്ലാത്തതിനാൽ കാട് മൂടിയ അവസ്ഥയാണ്. CISF സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പോലും കണ്ണുവെട്ടിച്ചാണ് വൻ തുക വിലമതിക്കുന്ന ലോക ഭാഗങ്ങൾ പുറത്തേക്ക് കടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ തുറമുഖ അതോറിറ്റി ആഭ്യന്തര അന്വേഷണം തുടങ്ങിയെന്നാണ് വിവരം. പോലീസിൽ പക്ഷേ ഈ പോർട്ട് അധികൃതർ പരാതി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പോലീസ് ഈ തുറമുഖ അധികൃതരുമായി സംസാരിച്ചു. പക്ഷേ അവർക്ക് പരാതിയില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിനോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം പുറത്തിറങ്ങിയതോടുകൂടി റെയിൽവേ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തു വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. റെയിൽവേ അധികൃതരുമായി സംസാരിക്കുമ്പോൾ ഇത് പോർട്ട് ട്രസ്റ്റിൻ്റെ ഈ അധീനതയിലുള്ള സ്ഥലമാണ്. അവിടേക്ക് ഇവർ ഡെപ്പോസിറ്റ് നൽകിയതിന് ശേഷം ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതായത് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഈ റെയിൽവേ ലൈനുകൾ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് റെയിൽവേയുടെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ നിന്നും കടത്തിയിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിലവിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്നുമാണ് ഇത്തരത്തിൽ ഈ പാളങ്ങൾ മുറിച്ച് കടത്തിയിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് പോയതിൻ്റെ അവശിഷ്ട ഭാഗങ്ങളുമൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടാറ്റ ടെറ്റ്ലി. ഇവിടെ എല്ലാ CISF ഉദ്യോഗസ്ഥരുടെ സുരക്ഷയുള്ളതാണ്. ഈ ഉരുക്ക് പാളങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ വലിയ ശബ്ദമുണ്ടാകും. JCB മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് ഇത് ഇളക്കി മറിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് മറ്റ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളൊന്നും അറിയാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അകത്തു നിന്നും ഇവർക്ക് ഇതിനുള്ള ഒരു ഒത്താശ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും നിലവിൽ പോർട്ട് അധികൃതർ പരാതി നൽകിയിട്ടില്ലാത്ത സ്ഥിതിക്ക് പോലീസ് കേസെടുത്തിട്ടില്ല. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.